ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത്. ജാതാ തഥാ പശുപസത്മനി യോഗനിദ്രാ നിദ്രാ വിമുദ്രിതമഥാകൃത പൗരലോകം ത്വത്പ്രേരണാൽ കിമിഹ ചിത്തമചേതനൈര്യത് ദ്വാരൈ സ്വയം വ്യഘടി സംഘടിതൈ സുഗാഠം. ജാത തഥാ പശുപസത്മനി. ജാത ജനിച്ച, തഥാ എന്ന് പറഞ്ഞാൽ അപ്പോൾ, പശുപസത്മനി ആ നന്ദഗോപരുടെ ഗൃഹത്തിൽ, പശുപനായിട്ടുള്ള ഗോപാലകനായിട്ടുള്ള നന്ദഗോപരുടെ ഗൃഹത്തിൽ അപ്പോൾ ജനിച്ച യോഗനിദ്ര ആ മായാഭഗവതി നിദ്രാവിമുദ്രിതമഥാകൃത പൗരലോകം. നിദ്രാവിമുദ്രിതം അഥ പൗരലോകം, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്ന അഥ അകൃത പൗരലോകം. നിദ്രാവിമുദ്രിതം എന്ന് പറഞ്ഞാൽ ഗാഠമായിട്ടുള്ള ഉറക്കത്തിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ആരെ? അഥ അകൃത പൗരലോകം. അഥ എന്ന് പറഞ്ഞാൽ അനന്തരം. അപ്പോൾ ഇവിടെ ഭഗവാൻ ജനിക്കുന്നു, അവിടെ നന്ദഗോപരുടെ ഗൃഹത്തിൽ യശോദാമ്മയ്ക്ക് പുത്രിയായിട്ട് ആ യോഗമായ ഭഗവതി ജനിക്കുകയും ദേവിയാകട്ടെ ആ പുരവാസികളെയൊക്കെ, പൗരലോകം എന്ന് പറഞ്ഞാൽ ആ പുരവാസികളെയൊക്കെയും ഗാഠമായിട്ടുള്ള നിദ്രയിലേക്ക്, അകൃത എന്ന് പറഞ്ഞാൽ ചെയ്തു, ഗാഠനിദ്രയിൽ ആഴ്ത്തിക്കളഞ്ഞു. ത്വത് പ്രേരണാൽ കിമിഹ ചിത്രമചേതനൈര്യത്. ത്വത് പ്രേരണാൽ, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഭഗവാനെ? അതും അവിടുത്തെ പ്രേരണ കൊണ്ടാണ്, അവിടുത്തെ ഇച്ഛയനുസരിച്ചാണ് മായാഭഗവതി അങ്ങനെ ആ പൗരലോകത്തെ ഒന്നാകെ ഉറക്കിക്കളഞ്ഞത്. എന്നിട്ടോ കിം ഇഹ ചിത്രം, ഇതിലെന്താണ് ഇത്ര അത്ഭുതപ്പെടുവാനുള്ളത്? ഇതിൽ പ്രത്യേകിച്ചൊന്നും അത്ഭുതപ്പെടുവാനില്ല. കാരണം ചേർന്നിരിക്കുന്നത് ഭഗവാനും മായാഭഗവതിയുമാണ്. എന്ത് അത്ഭുതമാണ് നടക്കാത്തത് ഇവിടെ? എന്നിട്ട് ചോദിക്കുകയാണ് കിം ഇവിടെ കിമിഹ എന്നുള്ള കിം ഇഹ ചിത്രമചേതനൈര്യത്. ചിത്രം അചേതനൈഹി യത്, ഇങ്ങനെ 3 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അചേതനൈ എന്ന് പറഞ്ഞാൽ ജഡങ്ങളായിട്ടുള്ള, ചേതനയില്ലാത്തതായിട്ടുള്ള വസ്തുക്കളെല്ലാം, അതായത് നമ്മുടെ വാതിലുകൾ അങ്ങനെയുള്ളതൊക്കെയും. യത് എന്ന് പറഞ്ഞാൽ എന്തെന്നാൽ, അപ്പോൾ ചിത്രം അചേതനൈര്യത് ദ്വാരൈ സ്വയം വ്യഘടി സംഘടിതൈ സുഗാഠം. ദ്വാരൈ അവിടുത്തെ വാതിലുകളെല്ലാം എന്തു ചെയ്തു? സ്വയം വ്യഘടി, തന്നെത്താനെ അങ്ങ് വിഘടിച്ചു മാറുക എന്ന് പറഞ്ഞാൽ തുറന്നു പോയി. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു, കംസൻ്റെ കൊട്ടാരത്തിൽ പ്രത്യേകിച്ചും ഈ തുറുങ്കിൽ അടയ്ക്കുമ്പോൾ അതിൻ്റെ പുറത്ത് അനേകം കവാടങ്ങൾ കടന്നു വേണം പുറത്തേക്ക് വരാൻ. അവിടെയെല്ലാം വളരെ ശക്തമായിട്ടുള്ള നിരീക്ഷകരും കാവൽക്കാരും ഭടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവരെ എല്ലാം തന്നെയും മായാഭഗവതി, ആ കംസൻ്റെ കൊട്ടാരത്തിലുള്ള എല്ലാവരെയും മായാഭഗവതി ഗാഠനിദ്രയിലാഴ്ത്തി എന്ന് തന്നെയുമല്ല, അതിനു പുറത്ത് നിന്നിരുന്ന കാവൽക്കാരുറങ്ങിയ സമയത്ത് ആ വാതിലുകളെല്ലാം താനേ തുറന്നു. മായാഭഗവതിയുടെ ഇച്ഛയനുസരിച്ച് അവയെല്ലാം താനേ തുറക്കുകയും ചെയ്തു. സംഘടിതൈ സുഗാഠം എന്നാണ് പറഞ്ഞത്. അതായത് അവിടെ വളരെ ശക്തിയായി ബന്ധിച്ചിരുന്ന, സംഘടിച്ചിരുന്ന എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള ഒരു കാവൽ തന്നെയാണ് പുറത്തുണ്ടായിരുന്നത്. സുഗാഠം, വളരെ ശക്തമായിരുന്നു ആ കാവലും അതിൻ്റെ ബന്ധനങ്ങളുമൊക്കെ. പക്ഷേ എല്ലാ ബന്ധനങ്ങളും മായാഭഗവതി തകർത്ത് കളഞ്ഞു. അതൊക്കെ ഭഗവാനെ ത്വത് പ്രേരണാൽ, എല്ലാം അവിടുത്തെ പ്രേരണയ്ക്കനുസരിച്ചാണ്, അവിടുത്തെ ഇച്ഛയനുസരിച്ചാണ് മായാഭഗവതി അങ്ങനെ ചെയ്തത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ജാതാ തഥാ പശുപസത്മനി യോഗനിദ്രാ നിദ്രാ വിമുദ്രിതമഥാകൃത പൗരലോകം ത്വത്പ്രേരണാൽ കിമിഹ ചിത്രമചേതനൈര്യത് ദ്വാരൈ സ്വയം വ്യഘടി സംഘടിതൈ സുഗാഠം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിദ്രാവിമുദ്രിതം അഥ അകൃത. അഥ അകൃതാണ്, രണ്ടിടത്തും അകാരം ശ്രദ്ധിക്കുക, മായയുടെ അകാരം.
നിദ്രാവിമുദ്രിതമഥാകൃത. അതുപോലെ ചിത്രമചേതനൈര്യ, ചിത്രം അചേതനാണ്, മായയുടെ ആകാരം ശ്രദ്ധിക്കുക. പിന്നെ ദ്വാരൈ സ്വയം, സ കൂട്ടക്ഷരം. സംഘടിതൈ സുഗാഠം, അവിടെയും സംഘടിതൈ ട എന്നുള്ള അക്ഷരം ശ്രദ്ധിക്കുക. സുഗാഠം സായുടെ കൂട്ടക്ഷരവും ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 10ാമത്തെ ശ്ലോകമാണ്. ശേഷേണ ഭൂരിഭണവാരിതവാരിണാഥ സ്വൈരം പ്രദർശിത പഥോ മണിദീപിതേന ത്വാം ധാരയൻ സഖലു ധന്യതമഃ പ്രതസ്ഥേ സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. അവസാനത്തെ ഒരു വരി 3 തവണ പാരായണം ചെയ്യേണ്ടതുണ്ട്. ഈ അർത്ഥത്തിലേക്ക് വന്നാൽ ശേഷേണ ഭൂരിഭണവാരിതവാരിണാഥ. ശേഷേണ ആ ആദിശേഷൻ്റെ ഭൂരിഭണവാരിതവാരിണാഥ, ഭണത്തിൽ അതിൻ്റെ പത്തിയൊക്കെ അങ്ങനെ വിടർത്തി വെച്ചിട്ട് വാരിതവാരണ എന്ന് പറഞ്ഞാൽ ആ മഴയെയൊക്കെ നല്ല കനത്ത മഴയായിരുന്നു അവിടെ. ആ കൊടും മഴയൊക്കെയും അനന്തൻ എന്താ ചെയ്തത്? തൻ്റെ പത്തി വിടർത്തിയിട്ട് അതിൻ്റെ താഴെ അത്ര വലുതായിരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ താഴെ സുഖമായി ആ ഉണ്ണി ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ വസുദേവരുടെ കൈകളിൽ നല്ല സുഖമായി അങ്ങനെ ശയിച്ചു. ഉണ്ണി ഈ ആദിശേഷൻ തൻ്റെ പത്തി അങ്ങനെ വിടർത്തി മഴയൊക്കെ തടഞ്ഞു, ഉള്ളിലേക്ക് ഉണ്ണിയുടെ മേത്തെങ്ങും വീഴാതെ തടഞ്ഞു. എന്നിട്ടോ സ്വൈരം പ്രദർശിത പഥോ മണിദീപിതേന. സ്വൈരം എന്ന് പറഞ്ഞാൽ ആ വേണ്ട വിധത്തിൽ തന്നെ പ്രദർശിത പഥോ, പ്രദർശിത കാണിച്ചു കൊടുത്തു. എന്താ? പഥ വഴി അങ്ങനെ കാണിച്ചു കൊടുത്തു. എങ്ങനെ? മണിദീപിതേന, തൻ്റെ ആ പണങ്ങളിലുള്ള നാഗരത്നങ്ങളുടെ ഉജ്ജ്വല പ്രകാശം കൊണ്ട് ആ നേരായ വഴി എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് വസുദേവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ ത്വാം ധാരയൻ സഖലു ധന്യതമഃ പ്രതസ്ഥേ. ത്വാം ധാരയൻ, ഭഗവാനെ അവിടുത്തെ ധരിച്ചുകൊണ്ട്, ധാരയൻ അവിടുത്തെ അങ്ങനെ എടുത്തുകൊണ്ട്, സഹ എന്ന് പറഞ്ഞാൽ ആ വസുദേവര് ധന്യതമ എന്നാ പറഞ്ഞ വസുദേവരെക്കുറിച്ച് അത്യന്തം സുഹൃതിയായിട്ടുള്ള പുണ്യവതിയായിട്ടുള്ള ഭാഗ്യശാലിയായിട്ടുള്ള ആ വസുദേവര് ആ ഉണ്ണിയെയും കയ്യിലെടുത്തുകൊണ്ട് അങ്ങനെ ആദിശേഷൻ കാണിച്ചു കൊടുത്ത വഴികളിലൂടെ, ആ വഴിയിൽ പ്രകാശം പരത്തിയതാകട്ടെ ആദിശേഷൻ്റെ പണങ്ങളിലുള്ള നാഗരത്നങ്ങളുടെ ഉജ്ജ്വല പ്രകാശം അവിടെ വഴിയിൽ ദീപം തെളിച്ചു. അങ്ങനെ ആ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ പ്രതസ്ഥേ സഞ്ചരിച്ചു. അല്ലയോ ഭഗവാനെ, സോയം ത്വമീശ, ഭഗവാനെ അവിടുന്നാകട്ടെ, സഹ അയം ത്വം ഈശ, ഭഗവാനെ അവിടുന്ന്, അല്ലയോ ഗുരുവായൂരപ്പ അവിടുന്ന് തന്നെയല്ലേ ആ പൊന്നുണ്ണിക്കണ്ണനായിട്ട് അവിടെ വന്നത്, അവിടുന്ന് തന്നെയല്ലേ ഈശ്വരനായിട്ടുള്ളത്. അങ്ങനെയുള്ള ഭഗവാനെ അവിടുന്ന് മമ നാശയ രോഗവേഗാൻ, എൻ്റെ രോഗങ്ങളെ, മമ എൻ്റെ രോഗങ്ങളെ, വേഗാൻ നാശയ വളരെ പെട്ടെന്ന് തന്നെയൊക്കെ മാറ്റിത്തരയണമേ, നശിപ്പിച്ചു തരയണമേ, ഈ രോഗത്തിൻ്റെ ശക്തിയൊക്കെ ഒന്ന് കുറച്ച് തരയണമേ, എനിക്കെന്നാലേ അങ്ങയുടെ ചരിതങ്ങളെ കൂടുതൽ കൂടുതൽ ആസ്വദിക്കുവാൻ കഴിയുകയുള്ളൂ. ഭഗവാനെ ഗുരുവായൂരപ്പ അവിടുന്ന് തന്നെയല്ലേ ഈ പൊന്നുണ്ണിക്കണ്ണനായിട്ട്, ഉണ്ണിയായിട്ട് ഇത്രയും അത്ഭുതങ്ങൾ അവിടത്തേക്ക് കാണിക്കാൻ കഴിയുമെങ്കിൽ അവിടത്തേക്കൊരു വലിയ കാര്യമാണോ എൻ്റെ രോഗങ്ങളെ ഇല്ലാതെയാക്കുക എന്നുള്ളത്. ഭഗവാനെ അവിടുന്നത് നടത്തിത്തരയണമേ എന്ന് അപേക്ഷിക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ശേഷേണ ഭൂരിഭണവാരിതവാരിനാഥ സ്വൈരം പ്രദർശിത പഥോ മണിദീപിതേന ത്വാം ധാരയൻ സഖലു ധന്യതമഃ പ്രതസ്ഥേ സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭൂരിഭണവാരിത വാരിനാഥ, വാരിത എന്നാൽ മഴയെ തോൽപ്പിക്കുക, അങ്ങനെയുള്ള
ആദിശേഷൻ്റെ. അപ്പോൾ അത്രയും വാക്കുകൾ കഴിയുന്ന ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ അടുത്ത ധന്യതമ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ മുമ്പേ നമ്മൾ പറഞ്ഞു സോയം ത്വമീശ മമനാശയ രോഗവേഗാൻ, അത് 3 പ്രാവശ്യം പാരായണം ചെയ്യേണ്ടതുണ്ട്. ഇത് ഇത്രയും കാര്യങ്ങളാണ്. പൊതുവെ എളുപ്പമുള്ള ഒരു ശ്ലോകമായിരുന്നു അത്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ അതിയായ കാരുണ്യം കൊണ്ട് നമ്മളങ്ങനെ 38ാമത്തെ ദശകവും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലൊന്ന് അർത്ഥവിചാരം ചെയ്ത് സമർപ്പിക്കുകയായി. ഇനി ഇത് സമ്പൂർണ്ണ പാരായണം ചെയ്ത് സമർപ്പിക്കേണ്ട സമയമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ പാരായണം ചെയ്ത് സമർപ്പിക്കാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.